السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. 14th ചാപ്റ്ററിൽ എന്തൊക്കെ എടുത്ത ഓർമ്മ ഉണ്ടോ? ഈ 15th ചാപ്റ്റർ അദ്ദർസു ഖാമിസൽ ഹശറ. 14th ചാപ്റ്ററിൽ എന്താ എടുത്ത ഓർമ്മ ഉണ്ടോ? എന്തൊക്കെ കാര്യങ്ങളെ പഠിച്ചിരുന്നു? കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് അത്? അന്ത അന്തും ആ പിന്നെ ക പ്ലൂരല് കും. ആ പിന്നെ പിന്നെ കുറച്ച് കോളേജിന്റെ ഒക്കെ മെഡിക്കൽ കോളേജ്. പിന്നെന്താണ് അന എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? അന, ഞാൻ. നെഹനു. ആ ബൈത്തി എന്ന് പറയുമ്പോ ഞങ്ങളുടെ ബൈത്തി പറയുമ്പോ എന്റെ വീട്, ഞങ്ങളുടെ വീട് എന്ന് എങ്ങനെ പറയാം? എന്ത്? ബൈത്തുന. ഇനി അടുത്ത റഹത്ത പറഞ്ഞാല് നീ ഒരു ആണ് പോയി, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി എങ്ങനെ പറയാ? റഹബു. ഏ അത് റഹബു എന്നാ പറഞ്ഞത്. അവർ കുറെ ആണുങ്ങൾ പോയി, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി എങ്ങനെ പറയാ? നിങ്ങൾ ആ അവൻ പോയി, അവർ കുറെ ആണുങ്ങൾ പോയി ല്ലേ? അവരല്ല, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. അവർ കുറെ ആണുങ്ങൾ പോയി എന്നുള്ളതിന് റഹബു. നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി എന്നുള്ളതിന് എന്താ പറയാ? കുന്നല്ലേ വരണം. കുന്നല്ലേ വരണ്ടേ? എന്ത്? ദഹബത്തും. ഇനി ദഹബത്തു പറഞ്ഞാല് ഞാൻ പോയി, ഞങ്ങൾ പോയി എങ്ങനെ പറയാ? ഞങ്ങൾ പോയിന്നോ? റഹബിന നീട്ടാനുണ്ടല്ലേ ന്യൂന് കഴിഞ്ഞിട്ട്. അവർ കുറെ പെണ്ണുങ്ങൾ പോയിട്ട് എന്താ പറയാ? അവർ കുറെ നീട്ടാല്ലാതെ റഹബിന. റഹബിന. പിന്നെന്താ പഠിച്ചത്? നമ്മൾ തെൻവീന് കളയപ്പെടുന്ന കുറച്ച് നാമങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യം ഒരു ഫീമെയിൽ പ്രോപ്പർ നൗണിന് മാത്രമാണ് തെൻവീന് കളയപ്പെടുന്നു പറഞ്ഞത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ കുറെ നാമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫീമെയിൽ പ്രോപ്പർ നൗണിന് തെൻവീന് കളയപ്പെടും. അതേപോലെ ഇബ്രാഹിമും അനർബി പ്രോപ്പർ നൗണിന്, അതായത് അനർബി. ഇപ്പൊ മിക്ക പ്രവാചകന്മാരുടെ നെയിം എന്താണ്? അനർബിയാണ്. അപ്പൊ ഓരോ പേരൊക്കെ എന്താണ്? തെൻവീന് ഉണ്ടാവില്ല അനർബി നാമങ്ങൾക്ക്. അതേപോലെ ലണ്ടനോ പാകിസ്ഥാനോ വില്യമോ, ഞാൻ അങ്ങക്ക് നോട്ട്സ് അയച്ചു തന്നാൽ അതിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പേരിനൊന്നും എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം വിട്ടുപോയി. ചിലതിന് അതാണ് ഇനി പറയാൻ പോകുന്നത്. ചിലതിന് ചില പ്രവാചകന്മാരുടെ നാമങ്ങളുണ്ട്. അതായത് പ്രവാചകന്മാരല്ല, ആണുങ്ങളെ പേരിൽ എന്തുണ്ടാവും? അനർബി പേരുകൾക്ക് എന്തുണ്ടാവും? മൂന്നക്ഷരം. അതിലെ രണ്ടാമത്തെ അക്ഷരം എന്താണെങ്കിൽ സുക്കൂനുള്ളതും, പിന്നെ അത് മസ്കുലിന്, അത് പുല്ലിംഗവും ആണെങ്കിൽ അതെന്താണ്? തെൻവീൻ ഉണ്ടാവും. ഇപ്പൊ ലൂത്തുൻ നൂഹുൻ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഒരു അനർബി നാമാണ്. അപ്പൊ അത് അനർബി നാമം വെച്ചിട്ട് എന്താണ്? ഇത് മൂന്നക്ഷരാണ്. മൂന്നക്ഷരം മാത്രമല്ല, അതിൽ രണ്ടാമത്തെ അക്ഷരത്തിന് എന്താണ്? സുക്കൂനാണ്. അത് മാത്രമല്ല, അത് എന്താണ്? ഒരു പുല്ലിംഗമാണ്, മസ്കുലിനാണ്. അതുകൊണ്ട് അതിനെന്തുണ്ടാവും? തെൻവീന് ഉണ്ടാവും. ബാക്കിയെല്ലാ അനർബി നാമങ്ങൾക്കും തെൻവീന് ഉണ്ടാവില്ല. പിന്നെന്താണ്? ഇതിൽ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിനെന്തേല ഈ നാമങ്ങൾക്ക് ഒന്ന് കസറ് കൊടുക്കുന്ന എന്ത്? ഇന്ത്യയില് കുറവാണെന്നാ ചോദിക്കുന്നത്? ടീച്ചർ സൗണ്ട് കുറവായിരിക്കും. ഒരു മിനിറ്റ്, സൗണ്ട് ഫുള്ളാണല്ലോ. കേൾക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഞങ്ങളെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ അതിന് എന്തുണ്ടാവും? അല്ല, ഈ തെൻവീന് കളയപ്പെടുന്ന നാമങ്ങൾ എന്തുണ്ടാവും? ഇതിന് തെൻവീന് സ്വീകരിക്കും. ഇപ്പൊ പറഞ്ഞ നാമങ്ങൾ, അനർബി നാമങ്ങൾ, ഫീമെയിൽ പ്രോപ്പർ നൗൺ ഒന്നും ഉണ്ടാവില്ല, തെൻവീന് സ്വീകരിക്കില്ല. പിന്നെ ഇത് എന്താ ചെയ്യില്ല? കസുറ് കൊടുക്കേണ്ട സ്ഥാനത്ത് എന്താ ചെയ്യില്ല? കസുറ് കൊടുക്കൂല. മറിച്ച് എന്തായിരിക്കും? കസുറ് കൊടുക്കൽ എന്തുകൊണ്ടായിരിക്കും? ഫത്തഹ് കൊണ്ടായിരിക്കും. അത് ഈ നോട്ട്സിൽ ഇല്ലേ, ഞാൻ എക്സ്ട്രാ പറഞ്ഞുതരാണ്.
ഈ അനർബി നാമങ്ങൾക്ക് ഈ ഇപ്പൊ പറഞ്ഞ തെൻവീന് കളയപ്പെടുന്ന നാമങ്ങൾക്ക് ഒന്നും എന്തുണ്ടാവില്ല, കെസ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് കെസ്റ് ആയിരിക്കൂല, മറിച്ച് ആ കെസ്റിന്റെ പകരം എന്താ കൊടുക്കുക, ഫത്തഹ് ആണ് കൊടുക്കുക. ഫത്തഹ് കൊണ്ടാണ് കെസ്റ് അവിടെ ചെയ്യുക. കെസ്റ് ചെയ്യൂല, അതിന് പകരം എന്താണ്, ഫത്തഹ് കൊണ്ടാണ് അവിടെ കെസ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ കെസ്റ് കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഒന്ന് മുലാഫായി വരുമ്പോ അത് പിന്നെ പറയും. കെസ്റ് കൊടുക്കേണ്ട സന്ദർഭം ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല, അത് പിന്നെ അത് പഠിക്കുമ്പോ അത് പറയാം. ഇനിയിപ്പോ പിന്നെ അത് പഠിച്ച്, പിന്നെ അയ്യോ എന്നുള്ളത് പഠിച്ച്. അയ്യോ എന്നുള്ളത് എന്താണ്, വിച്ച് എന്നുള്ള അർത്ഥമാണ്, ഏത്. അതിനുശേഷം വരുന്ന നാമത്തിന് എന്തായിരിക്കും, കെസ്റ് ആയിരിക്കും. തൻവീൻ വരൂലേ? എന്ത് ഫി ആ അയ്യി ഷൈഇൻ. അങ്ങനെ അലിഫ്ലാം ഇല്ലെങ്കിൽ തെൻവീൻ ഉണ്ടാവും, അല്ലെങ്കിൽ തെൻവീൻ ഉണ്ടാവില്ല. അങ്ങനെ ഓക്കെ. അതായത് അയ്യിന് ശേഷം വരുന്നതിന് എന്താണ്, കെസ്റ് ആണ്. കെസ്റിന് എന്താണ്, അല്ല ഉണ്ടെങ്കിൽ തെൻവീൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ തെൻവീൻ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലേ? ബലദി എന്നുള്ളത് ഇപ്പൊ ഇവിടെ അയ്യിന് ശേഷം വരുന്ന നാമത്തിന് അല്ല ഉണ്ടെങ്കിൽ തെൻവീൻ ഉണ്ടാവില്ല. കെസ്റ് തന്നെയാണ്, തെൻവീൻ ഉണ്ടാവില്ല, അല്ല ഇല്ലെങ്കിൽ തെൻവീൻ ഉണ്ടാവും. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചത്. ഇനി അടുത്ത 15 അദ്ദർസുൽ ഖാമിസ അശറ, 15th ചാപ്റ്റർ. ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ അൻതാന്ന് പഠിച്ചു, അൻതീന്ന് പഠിച്ചു. അൻത പറഞ്ഞാല് നീ ഒരു ആണ്, അൻതി പറഞ്ഞാല് നീ ഒരു പെണ്ണ്. അപ്പൊ അൻത എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്, അൻതും എന്നാണ്, നിങ്ങൾ കുറെ ആണുങ്ങൾ. അൻതി എന്നുള്ളതിന്റെ ബഹുവചനം അൻതുന്ന എന്നാണ്. അൻതി എന്ന് പറഞ്ഞാല് നീ ഒരു പെണ്ണ്, അതിന്റെ സ്ത്രീലിംഗ ബഹുവചനാണ് നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അൻതുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അപ്പൊ അത് പൊസസീവ് പ്രോനൗൺ ആക്കുമ്പോഴോ, അതായത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരാണ് ഈ അൻതി എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, ബൈത്തുക്കി എന്നാ പറയാ. ബൈത്തുക്കി, നിന്റെ വീട്. ബൈത്തുക്കി നിന്റെ, അതൊരു നിങ്ങൾ കുറെ പെണ്ണുങ്ങളുടെ വീട് എന്ന് എങ്ങനെ പറയാം, ബൈത്തു കുന്ന. കുന്ന എന്നാണ് വരാ, ബൈത്തു കുന്ന. നിങ്ങൾ കുറെ പേർ പെണ്ണുങ്ങളുടെ വീട്, ബൈത്തു കുന്ന. അതായത് ബൈത്തുക്കി എന്നുള്ളതിന്റെ അത് ബഹുവചനായിട്ട് പറയുമ്പോ ബൈത്തു കുന്ന, അതൊരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് വരുമ്പോ അത് ബൈത്തുക്കി എന്നുള്ളത് എന്താവും, കീ എന്നുള്ള പ്രോനൗൺ എന്താവും, കുന്ന എന്നായി മാറും. ബൈത്തു കുന്ന അങ്ങനെ ആയിട്ട് മാറും. ഇനി അടുത്തത് എന്താണ്, ദഹബ്ത എന്നുള്ളത് എന്താണ്, ദഹബ്ത നീ ഒരാണ് പോയി. അതിന്റെ ബഹുവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇപ്പം പറഞ്ഞ്, അതിന്റെ ബഹുവചനം എന്താണ്, ദഹബ്ത നീ ഒരാണ് പോയി. അതിന്റെ ബഹുവചനം ദഹബ്തും, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. ദഹബ്തി പറഞ്ഞാൽ നീ ഒരു പെണ്ണ് പോയി, അതിന്റെ ബഹുവചനാണ് എന്ത്, ദഹബ്തുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോയി. അപ്പൊ ദഹബ്തി എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്, ദഹബ്തുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോയി. അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കബുല. കബുല എന്ന് പറഞ്ഞാൽ എന്താണ്, മുമ്പ്. ബിഫോർ. ബഅദ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബഅദ, ശേഷം, ആഫ്റ്റർ. ഇതെന്താണ്, ഇത് മുലാഫ് ആയിട്ടാണ് ഉപയോഗിക്കുക. മുലാഫ് പറഞ്ഞാല് ഇതിന് ശേഷം വരുന്ന നാമത്തിന്, അതായത് കബുല, ബഅദ, ഇതിന് ശേഷം വരുന്ന നാമത്തിന് എന്തായിരിക്കും, കാരണം എന്താണ്, കബുല ബഅദ മുലാഫ് ആയിട്ടാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് അതിന് ശേഷം വരുന്നതിന് എന്താണ്, കസ്ർ ആയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെന്താണ്, വേറൊരു പുതിയൊരു വെർബ് പഠിക്കുക. നമ്മളിപ്പോ ഏതൊക്കെ വെർബ് പഠിച്ച്, ക്രിയകൾ പഠിച്ച്, ദഹബ പഠിച്ച്, ഹറജ പഠിച്ച്, ജലസ പഠിച്ച്, 3 ക്രിയകളാണ് പഠിച്ചത്. ഇനി അടുത്ത ക്രിയ പഠിക്കാൻ പോകുന്നത് റജ, അവൻ മടങ്ങി. റജ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ മടങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇപ്പൊ പഠിക്കാനുള്ളത്. അപ്പൊ വായിക്കല്ലോ ചാപ്റ്റർ. അൽ ഫത്തയാത്തു, ഫത്തയാത്തു പറഞ്ഞാൽ എന്താരാ, ഫത്തയാത്തു യുവതികൾ. ഫത്താത്തുൻ ജമ്മ ഫത്തയാത്തുൻ. അപ്പൊ ഫത്താത്തു എന്നുള്ളതിൽ അവസാനം എന്താണ്, ക്ലോസ്ഡ് ത ആണ്, അതായത് ത മർബൂത്ത് ആണ്, ക്ലോസ്ഡ് ത, റൗണ്ട് ത ആണ്. പക്ഷെ അതിന്റെ ജമ്മായിട്ട് ബഹുവചനായിട്ട് വെക്കുമ്പോ ഫത്തയാത്തുൻ, അതിന് അവസാനം ഓപ്പൺ ത ആണ്, അത് ശ്രദ്ധിക്കണം. ഇനി ഫത്താത്തുന്ന് നമ്മള് അതിന്റെ എന്താ പറയാ, ഏകവചനം എഴുതുമ്പോ അതിന്റെ ബഹുവചനത്തിൽ എന്ത് കൊണ്ട് എഴുതരുത്, റൗണ്ട് ത കൊണ്ട് എഴുതരുത്. ഫത്തയാത്തു എന്നുള്ളതിൽ ഓപ്പൺ ത ആണ്. ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സൈനബ് പറയാണ് വ അലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്ത്, ഇവിടെ പെണ്ണുങ്ങളോടല്ലേ പറയുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്, പെണ്ണുങ്ങളോടാണെങ്കിൽ എന്താണ്
ഓരോ പ്രോനൗൺ എന്താണ് നമ്മൾ കുന്നാന്നാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അസ്സലാമു അലൈക്കും എന്നല്ല ഉള്ളത്. ഇവിടെ നമ്മൾ പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ ആണുങ്ങളോട് പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്നല്ല പറയല്. അസ്സലാമു അലൈക്കുന്ന എന്ന് പറയലുണ്ട് പെണ്ണുങ്ങളോട്. ഇല്ല. ഇല്ല. അതെന്താണ് ഈ ഒരു പ്രയോഗമാണ്. അസ്സലാമു അലൈക്കും ഇതായിട്ട് കോമൺ ആയിട്ടുള്ള പ്രയോഗമാണ്. അവിടെ നിങ്ങൾ എന്താ ചെയ്യണ്ട, അവിടെ ലൊമീർ മാറ്റാൻ നിൽക്കണ്ട. പ്രോനൗണ് ഇതിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സൈനബ് ചോദിക്കാണ്, മൻ അൻതുന്ന യാ അഖവാത്തു. മൻ അൻതുന്ന, നിങ്ങൾ ആരാണ്? അതായത് അൻതുന്ന പറഞ്ഞാൽ നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ ആരാണ്? യാ അഖവാത്തു, ഏ സഹോദരിമാരെ. ഉഖ്തുൻ ജമ്മ് അഖവാത്തുൻ. അപ്പൊ എന്താണ് ഇവിടെ യാ വന്നത് കൊണ്ടാണ് ഇവിടെ തെൻവീൻ ഇല്ലാത്തത്. യാ അഖവാത്തു, ഏ സഹോദരിമാരെ. അപ്പൊ ഇഹ്ദാഹുന്ന, ഇഹ്ദാഹുന്ന പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അഹദുഹും എന്നാ പഠിച്ചത്. ഇവിടെ എന്താ പഠിക്കുന്നത്? അഹദുഹും പറഞ്ഞാൽ എന്താണ്? അഹദുഹും അവരിൽ ഒരാൾ. അപ്പൊ ഇവിടെ ഇഹ്ദാഹുന്ന, ഇവിടെ പെണ്ണുങ്ങളാണ്. അപ്പൊ ഇഹ്ദാഹുന്ന അവരിൽ ഒരാൾ. അവരിൽ ഒരാൾ പറഞ്ഞ അവരിൽ ആ പെണ്ണുങ്ങളിൽ ഒരാൾ. അതായത് കുറെ പെണ്ണുങ്ങളിൽ ഒരാൾ എന്ന് പറഞ്ഞു. നഹ്നു ഞങ്ങൾ, ബനാത്തു ഷെയ്ഖി അബ്ബാസിൻ ഞങ്ങളാണ് ഷെയ്ഖ് അബ്ബാസ് പെൺമക്കളാണ്. അപ്പൊ ഷെയ്ഖ് എന്നുള്ളത് ഒരാളെ റെസ്പെക്ട് കൊണ്ട് വിളിക്കാണ് കേട്ടോ. അബ്ബാസിൻ ഇവിടെ എന്താണ്? ബനാത്തു ഷെയ്ഖി അബ്ബാസിൻ, ഷെയ്ഖ് അബ്ബാസിന്റെ മകളാണ്, പെൺമക്കളാണ് ഞങ്ങൾ. അപ്പൊ സൈനബ് പറയാണ്, അഹ്ലൻ വ സഹലൻ വ മർഹബൻ, വെൽക്കം വെൽക്കം, സ്വാഗതം സ്വാഗതം. ഉമ്മു കുന്ന, നിങ്ങളുടെ ഉമ്മ. അപ്പൊ നിങ്ങൾ കുറെ സ്ത്രീകളുടെ ഉമ്മ. അതായത് ഇവിടെ പെണ്ണുങ്ങളോടല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മു കുന്ന. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ബൈത്തുക്കി പറഞ്ഞാൽ നിന്റെ വീട്. അത് സ്ത്രീലിംഗ ബഹുവചനാക്കണമെങ്കിലോ ബൈത്തു കുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങളുടെ വീട്. അപ്പൊ ഇവിടെ എന്താണ് പെണ്ണുങ്ങളോടാ പറയുന്നത്. ഉമ്മു കുന്ന, നിങ്ങളുടെ ഉമ്മ. ഉസ്താദത്തി, എന്റെ അധ്യാപികയാണ്. ഉസ്താദത്തി പറഞ്ഞാല് അധ്യാപിക. അവിടെ താണ്ട് ഉസ്താദത്തി. ഉസ്താദി പറഞ്ഞാല് എന്റെ അധ്യാപകൻ. ഉസ്താദത്തി പറഞ്ഞാൽ എന്താണ്? എന്റെ അധ്യാപിക. എന്റെ അധ്യാപികയാണ്. അതായത് ഒരു ലേഡി ടീച്ചർ. കൈഫ ഹാലുഹ, അവളുടെ അവസ്ഥ എന്താണ്? ഹാല് പറഞ്ഞാല് കൈഫ ഹാലുഹ, ഹവാറിയ ചോദിക്കുന്ന പോലെ. അപ്പൊ കൈഫ ഹാലുഹ, അവൾക്ക് എങ്ങനെയുണ്ട്? അവളെ അവസ്ഥ എന്താണ്? അപ്പൊ എഹ്ദാഹുന്ന, അവരിൽ ഒരാൾ എന്ത് പറഞ്ഞേ? ഹിയ ബിഹൈരിൻ, അവൾക്ക് സുഖമാണ്. ഷീ ഈസ് ഇൻ വെൽ, ഷീ ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അപ്പൊ സൈനബ് പറയാണ്, ഐന ഹിയ അൽ ആന. ഐന എവിടെയാണ്? ഹിയ അവൾ, അൽ ആന നൗ ഇപ്പോൾ. അവൾ ഇപ്പോൾ എവിടെയാണ്? അപ്പൊ എന്താ പറയണത്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞു, ഹിയ അൽ ആന ഫിർ റിയാദ്. അവൾ ഇപ്പോൾ എവിടെയാണ്? റിയാദിലാണ്. അപ്പൊ റിയാദ് എന്ന് എഴുതൽ എങ്ങനെയാണ്? റിയാദിലാണ് അവൾ ഇപ്പോൾ. അപ്പൊ സൈനബ് പറയാണ്, മതാ ദഹബത്ത്. അപ്പൊ ദഹബത്ത് പറഞ്ഞാൽ എന്താണ്? അവൾ പോയി. എപ്പോ പോയി? മത്ത പറഞ്ഞാല് വെൻ, എപ്പോൾ. ദഹബത്ത് അവൾ പോയി. അപ്പൊ ദഹബത്ത് പറഞ്ഞാൽ എന്താ? അവൾ പോയതാണ്. മത്താ ദഹബത്ത്, ഇത് ക്വസ്റ്റ്യൻ ആണ്. മത്താ ദഹബത്ത്, അവൾ എപ്പോഴാണ് പോയത്? അപ്പൊ എന്താ പറഞ്ഞേ? ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞു, ദഹബത്ത് അവൾ പോയി, കബില ഉസ്ബൂഇൻ. അപ്പൊ എന്താണ്? കബില ഉസ്ബൂഇൻ. കബില പറഞ്ഞാല് നമ്മൾ പറഞ്ഞ മുമ്പ്, ബിഫോർ. ഉസ്ബു പറഞ്ഞാൽ എന്താ? വീക്ക്, ആഴ്ച. ഉസ്ബു എന്നുള്ളത് ന്യൂ വേർഡാണ്. ആഴ്ച, വീക്കിന് പറയണതാണ് ആഴ്ച, ഉസ്ബു. അപ്പൊ അവൾ എപ്പോഴാ പോയത്? റഹബത്ത് അവൾ പോയി, കബല ഉസ്ബുഇൻ, ഒരു ആഴ്ചക്ക് മുമ്പ് പോയി. ഉസ്ബു എന്ന് പറഞ്ഞാൽ എന്താ? ഒരാഴ്ച. രണ്ടാഴ്ച പറയുമ്പോ അത് വേറെ രീതിയിലാ പറയാം. ഉസ്ബു എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഒരാഴ്ച. അപ്പൊ രണ്ടാഴ്ച, മൂന്നാഴ്ച എന്നല്ലെങ്കിൽ വേറെ രൂപത്തിലാ പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ഉസ്ബുഇൻ, അവൾ എന്ത് പോയി? ദഹബത്ത് അവൾ പോയി, കബല ഉസ്ബുഇൻ, ഒരു ആഴ്ചക്ക് മുമ്പ് പോയി. അപ്പൊ ഇവിടെ കബല വന്നതിനോട് എന്ത് കൊടുത്തു? കസർ കൊടുത്തു. കാരണം എന്താണ്? കബില എന്നുള്ളത് എന്താണ്? മുലാഫാണ്. അപ്പൊ അതിനുശേഷം വരുന്നത് കൊടുക്കണം, മുലാഫിലേക്ക് കസർ കൊടുക്കണം. അപ്പൊ സൈനബ് പറയാണ്, മൻ ദഹബ മാഹ. മൻ ദഹബ, ആരാണ് പോയത്? മാഹ, അവളോടൊപ്പം. അവളോടൊപ്പം ആരാണ് പോയത്? അപ്പൊ എന്താ പറഞ്ഞത്? ഇഹ്ദാഹുന, അവരിൽ ഒരാൾ പറഞ്ഞു, ദഹബ മാഹ, അവളോടൊപ്പം പോയി,
മാഹ പറഞ്ഞ ഈ ലൊമീർ പോകുന്നത് എവിടേക്കാണ്? എവിടേക്കാ? ഉമ്മയിലേക്കാണ് ലൊമീർ പോണത്. അതാണ് ഇവിടെ ഹാന്ന് കൊടുത്തത്. ഇനി ഒരു ആണിലേക്കാ പോകുന്നതിൽ എന്താണ്? ഹോ. ഇവിടെ ഒരു പെണ്ണായതുകൊണ്ടാണ് മാഹ എന്ന് കൊടുത്തത്. ദഹബ മാഹ, അവളോടൊപ്പം പോയി. അഹൂന, അഹൂന, അവളുടെ അല്ല ഞങ്ങളുടെ സഹോദരൻ ഇബ്രാഹിമു, ഇബ്രാഹിം, ഞങ്ങളുടെ സഹോദരനായ ഇബ്രാഹിം ആണ് അവളോടൊപ്പം പോയത്. അപ്പൊ സൈനബ് പറയാണ്, കൈഫ ഹാലുകുന്ന, കൈഫ ഹാലുകുന്ന, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അപ്പൊ എന്താ പറയാ? ഹാലുകുന്ന, ഇവിടെ കുറെ പെണ്ണുങ്ങളോടാ ചോദിക്കുന്നത്. അതാണ് ഹാലുകുന്ന എന്ന് ചോദിച്ചത്. കുറെ പെണ്ണുങ്ങളോടാ ചോദിക്കുന്നത്. കൈഫ ഹാലുകുന്ന, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞു, നഹനു ബിഹാരിൻ, വി ആർ ഇൻ ഗുഡ് കണ്ടീഷൻ, ഞങ്ങൾ എന്താണ്? ഞങ്ങൾക്ക് സുഖാണ്. വൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. സൈനബ്, ഫി അയ്യ മദ്രസത്തിൻ, ഫി അയ്യ മദ്രസത്തിൻ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? അല്ല, ഫി അയ്യ മദ്രസത്തിൻ, ഏത് സ്കൂളിൽ നിന്നാണ്? അൻതുന്ന, നിങ്ങൾ, നിങ്ങൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ ഏത് മദ്രസയിൽ നിന്നാണ്? അപ്പൊ എന്താ ചോദിക്കേണ്ടത്? അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഏത് മദ്രസയിൽ നിന്നാണ്? ഫി അയ്യി, ഏതിൽ, ഏതിൽ നിന്നാണ്? മദ്രസ, ഏത് സ്കൂളിൽ നിന്നാണ്? അൻതുന്ന, നിങ്ങൾ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? അപ്പൊ ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞു, നഹനു ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി, ഞങ്ങൾ ഏത് മദ്രസയിൽ നിന്നാണ്? നഹനു ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി, ഞങ്ങൾ മിഡിൽ സ്കൂളിലാണ്. അപ്പൊ സൈനബ് പറയാം, മത്ത ഇഹ്തിബാറു കുന്ന, മത്ത എപ്പോഴാണ്? ഇഹ്തിബാർ പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാം? എക്സാം. എക്സാമിന് പറഞ്ഞതാണ് ഇഹ്തിബാർ. അപ്പൊ ഇഹ്തിബാറു കുന്ന പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പെണ്ണുങ്ങളെ എക്സാം. നിങ്ങൾ പെണ്ണുങ്ങളുടെ എക്സാമിനേഷൻ, നിങ്ങൾ പെണ്ണുങ്ങളുടെ, അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾ, നിങ്ങളുടെ എക്സാം എപ്പോഴാണ്? നിങ്ങളുടെ എക്സാമിനേഷൻ എപ്പോഴാണ്? ഇഖ്തിബാർ പറഞ്ഞാൽ എക്സാമിനേഷൻ, നിങ്ങളുടെ എക്സാം എപ്പോഴാണ്? എന്താ പറയുന്നത്? ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞു, ഇഖ്തിബാറുന, ഞങ്ങളുടെ എക്സാം, ബഅദ ഷഹരിൻ, ബഅദ പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ. ആഫ്റ്റർ, ശേഷം. ഷഹരിൻ, ഷഹർ പറഞ്ഞാൽ മന്ത്, പുതിയ വേർഡാണ്. ഷഹർ പറഞ്ഞ മന്ത്, മാസം. അപ്പൊ ഒരു മാസത്തിന് പറഞ്ഞതാണ് ഷഹർ. അപ്പൊ ബഅദ ഷഹരിൻ, ഒരു മാസത്തിന് ശേഷമാണ് എന്ത്? ഞങ്ങളുടെ എക്സാം. അപ്പൊ ബഅദ എന്നുള്ളത് എന്താണ്? ഒരു മുലാഫാണ്, മുലാഫായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന് ശേഷം വരുന്നത് എന്താണ്? മുലാഫ് ഇലൈഹി ആണ്, കൊണ്ട് കസ്ർ. സൈനബു, അദഹത്തുന്ന, അദഹത്തുന്ന പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പോയിട്ടുണ്ടോ? ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അല്ല, ആരോടാ ചോദിക്കുന്നത്? അദഹത്തുന്ന എന്നുള്ളത് ആരോടാ ചോദിക്കുന്നത്? സ്ത്രീകൾ, കുറെ സ്ത്രീകൾ. സ്ത്രീകളോട്. ഏതോ സ്ത്രീകളോടാ ചോദിക്കുക. അതോ അദഹത്തുന്ന ചോദിച്ചു. ഇനി ആണുങ്ങളോടാ ചോദിക്കുന്നെങ്കിൽ എന്താ ചോദിക്കുക? ദഹബ്തും. അദഹത്തു. ഇവിടെ പെണ്ണുങ്ങളോടാ ചോദിക്കുന്നതിനോണ്ട് അദഹത്തുന്ന, നിങ്ങൾ പോയോ? ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അൽ യൗമ, യൗമ പറഞ്ഞ എന്താ? അൽ യൗമ, ടുഡേ. ടുഡേ, നിങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോയോ? അപ്പൊ എന്താ പറഞ്ഞത്? ഇനി വേറെ ഏതെങ്കിലും ദിവസമാണ് ഉദ്ദേശിക്കുന്നെങ്കിലോ? അല്യൗമു. ഇവിടെ ഇന്നത്തെ ദിവസമാണ് ഉദ്ദേശിക്കുന്നതിനോണ്ടാണ് അൽ യൗമ, ഇന്ന് നിങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞ? ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ പറഞ്ഞത്, നാം, അതെ, ദഹബന, ഞങ്ങൾ പോയി, വറജഅന, ഞങ്ങൾ പോയി, വറജഅന, ഞങ്ങൾ മടങ്ങി വന്നു. ഒരു സ്കൂളിലേക്ക് പോയി, ഒരു മടങ്ങി വന്ന്. റജഅ, റജഅ പറഞ്ഞ എന്താണ്? മടങ്ങി. റജഅന, ഞങ്ങൾ മടങ്ങി. അപ്പൊ ഇത് ദഹബ് മാതിരി റജഅ ഉപയോഗിക്കാം കേട്ടോ. റജഅ, റജഅത്ത്, റജഅത, റജഅതി, റജഅതും, റജഅതുന്ന, റജഅന, റജഅതു. ഇതുപോലെ ഈ ക്രിയന്റെ പോലെ ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. റജഅന, ഞങ്ങൾ മടങ്ങി വന്നു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇത്രയും കാര്യം പറയുന്നുള്ളൂ. ഇപ്പൊ ഇതില് പുതിയ വേർഡ് പഠിച്ചത് ഇപ്പം ഇഖ്തിബാർ എന്നുള്ളത് എക്സാമിനേഷൻ, ഷഹർ എന്നുള്ളത് മന്ത്, മാസം, ബഅദ എന്നുള്ളത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാ ഷഹറ അല്ലേ?
ഇഖ്തിബാർ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ? ഇല്ല കഴിഞ്ഞ എക്സ്ബാർ പഠിച്ചില്ല, ഷെഹർ പഠിച്ചതാണ്. ഷെഹർ പഠിച്ചതാണ് അല്ലേ? അയ്യൻ എന്നുള്ളത് പഠിച്ചത്. വീട്ടില് പറഞ്ഞില്ല. ബഅദ എന്താണ്? ശേഷം. ശേഷം. പിന്നെ ഇവിടെ എന്താണ്? ഉസ്ബു എന്ന് പറഞ്ഞാല് വീക്ക്, ആഴ്ച. കബല പറഞ്ഞാല് ബിഫോർ, മുമ്പ്. ഇത്ര പുതിയ വേർഡ്സ് ഉള്ളു. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. ഉസ്ബു വീക്ക് ആഴ്ച. ആഴ്ച. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി ഇപ്പൊ പറഞ്ഞേല്. എന്തെങ്കിലും പ്രോനൗണിൽ അതായത് ഏതെങ്കിലും പ്രോനൗൺ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തീർക്കാം കേട്ടോ. ഇപ്പൊ തീർത്ത് പോയില്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒന്നായിട്ട് കൺഫ്യൂഷൻ ആയിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും ലിങ്ക് ഉള്ള വീഡിയോ ക്ലാസ് കേൾക്കലുണ്ടോ? യൂട്യൂബിലുള്ള ക്ലാസ്? കേൾക്കാറുണ്ട്. ഞാൻ ഇപ്പൊ കേട്ടിരുന്നു. ഹാലുക്കും എന്നുള്ളതേ ഹാലുക്കുന്ന നമ്മളത് ഒരു പ്രയോഗല്ലേ അസ്സലാമു അലൈക്കും പറയണ പോലെ തന്നെ. അതൊക്കെ പെണ്ണുങ്ങളോടാണ് പെണ്ണുങ്ങളോടുള്ള മാതിരി ചോദിക്കണം, ആണുങ്ങളോടാണെങ്കിൽ ആണുങ്ങളോടുള്ള മാതിരി ചോദിക്കണം. ഇവിടെ കൈഫ ഹാലുക്ക എന്നല്ല ഒരു ആണിനോട് ചോദിക്കുന്നതാണ്. ഹാലുക്ക എന്നുള്ളത് ഞാനിപ്പോ നിങ്ങളോട് ആണെങ്കില്, അതായത് നിങ്ങളൊരു ഒരു വുമൺ ആണ്, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോ കൈഫ ഹാലുക്കീന്നാ ചോദിക്കാം. ഇപ്പൊ നിങ്ങളിവിടെ കുറെ പെണ്ണുങ്ങളാണുള്ളത്, അപ്പൊ ഞാൻ എന്താ ചോദിക്കണം? കൈഫ ഹാലുക്കുന്ന. നിങ്ങളിവിടെ കുറെ ആണുങ്ങളാണുള്ളത്, അപ്പൊ ഞാൻ എന്താ ചോദിക്കുന്നത്? കൈഫ ഹാലുക്കും. അത് അങ്ങനെ തന്നെ ചോദിക്കും. ഞാൻ ഇവിടെ അസ്സലാമു അലൈക്കുമിന്റെ മാത്രാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വഅലൈക്കും. അപ്പൊ രണ്ടു കൂട്ടരും ഒപ്പുണ്ടെങ്കിലോ? രണ്ടു കൂട്ടരൊപ്പരോ? ഒപ്പുണ്ടാവൂലേ ബോയ്സും ഗേൾസും ഒക്കെ? അപ്പൊ കൈഫ ഹാലുക്കും ചോദിച്ചാൽ മതി കോമൺ ആയിട്ട്. അതാ ഞാൻ ചോദിക്കണേ. കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പെണ്ണുങ്ങളോടാണ് ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു പെണ്ണിനോടാ ചോദിക്കുന്നത്. അപ്പൊ അല്ല എന്താണ്? കോമൺ ആയിട്ട് ഇപ്പൊ ഒരു ക്ലാസ്സൊക്കെ ചെല്ലുമ്പോ ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മള് കൈഫ ഹാലുക്കും ചോദിച്ചാ പോരെ? ആ, അത് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ട്, ഞാൻ സാറിനോട് ക്ലിയർ ചെയ്തിട്ട് ചോദിക്കാം അതെങ്ങനെയാണുള്ളത്. ആയിക്കോട്ടെ. ഇവിടെ കൈഫ ഹാലുഹ എന്നുള്ളത് ഉമ്മനെ പറ്റിയിട്ട് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അവളുടെ അവസ്ഥ എന്താണ്? അപ്പൊ അവിടെ ഒന്ന് ഉപയോഗിച്ച്. ഇനി ഒരു കൈഫ ഹാലുഹോ അങ്ങനെ ചോദിക്കാം. ഇതില് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് നോട്ട്സ് നോക്കിക്കോളി. പിന്നെ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ക്ലാസ് ഒക്കെ കേൾക്കണം കേട്ടോ. നിങ്ങളെ ഓരോന്ന് ചോദിക്കുമ്പോ കിട്ടാതാണ് മിക്ക നിങ്ങളെ ക്ലാസ് കേൾക്കാത്ത മാതിരി തോന്നുന്നുണ്ട്. ഞാൻ വെക്കുന്ന ഓഡിയോ ഒക്കെ കേൾക്കലുണ്ടോ? യൂട്യൂബ് ക്ലാസ് നിങ്ങൾ വിടുന്നല്ലേ? കേൾക്കുന്നുണ്ട്. പിന്നെ കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് നോട്ട്സ് ഒക്കെ എഴുതലുണ്ടോ? എന്താണോ മിസ്സേ, അതെ നമുക്ക് അറബി ഇങ്ങനെ വശമില്ലാത്തോണ്ടേ അപ്പൊ ഇവിടെ ഡൗട്ട് വരികയാണ്, അതുകൊണ്ട് പ്രശ്നം. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത് ഫുള്ളോ? അങ്ങനെയല്ലേ ഇപ്പൊ നമുക്കൊരു ഡൗട്ട് എപ്പോഴും ഇങ്ങനെ വന്നോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങള് അതിന് കറക്റ്റ് ചെയ്യാണ്ട് കൊറേ പഠിച്ച് അങ്ങട് തെറ്റി പോവാണ്. എങ്ങനെ? ഞാനിപ്പോ എടുത്തത് വരെ അല്ലേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എടുക്കാത്തത് ചോദിക്കുമ്പോഴാണ് പറയാത്തത്. എടുത്തത് വരെ അല്ലേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഡൗട്ടൊന്നുമില്ല, നമുക്ക് തെറ്റി പോവാ തെന്മീനും മറ്റതും മറിച്ചതൊക്കെ. നമുക്ക് ചിലപ്പോ അവിടെ കൺഫ്യൂഷൻ വരും. അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന മെസ്സേജ് അയക്കി, ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഇന്നെ വിളിക്കാൻ പറയുന്നു. ഇതുവരെ എടുത്തില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ആണോ ഉള്ളതൊക്കെ ചോദിക്കാം. എടുക്കാത്ത ഭാഗത്തതാണ് പറഞ്ഞു തന്നത്. എടുത്ത ഭാഗത്ത് ഏത് വരാണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും ചെറിയ ഡൗട്ട് ആണെങ്കിലും അത് അപ്പൊ ക്ലിയർ ചെയ്ത് പോവാ. നിന്നെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ. നിങ്ങൾ പിന്നെ ചോദിക്കുക, പിന്നെ വെക്കാ ചോദിച്ചാല് പിന്നെ വെക്കല് ക്ലിയർ ചെയ്യലുണ്ടാവില്ല. അതന്നെയാണ്. ആക്ടിവിറ്റിയിലേക്ക് എടുക്കല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലോ. ഹലോ ഹലോ ചോദിക്കുന്നത് ഹലോ ഒരു മിനിറ്റ്. ചോദിക്കുന്നത് ഡൗട്ട് ചോദിച്ചോളൂ.
ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി അജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി ഉള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൻ അൻതുന്ന നിങ്ങൾ ആരാണ്. അപ്പൊ എന്താ പറയുക ആൻസർ എങ്ങനെ പറയാം? നഹ്നു ടെക്സ്റ്റിലുള്ള ആൻസർ തന്നെ പറഞ്ഞോളൂ. നഹ്നു ഇഖ്വാനി പാലിബാത്തൻ അബ്ബാസിന്റെ ക്ലിയർ ഇല്ല. നിങ്ങൾ പറഞ്ഞ നഹ്നു ത്വാലിബാത്ത് ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ് ഇങ്ങനെയും പറയും. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ ആണെങ്കിൽ ബനാത്തു ഷെയ്ഖ് അബ്ബാസി ഷെയ്ഖ് അബ്ബാസിന്റെ പെൺമക്കളാണ്. അയിന ഉമ്മുക്കുന്ന ذهبت റഹബത്ത് إلى الرياض. ഫീ റിയാദി അയിന ഉമ്മുക്കുന്ന എന്ന് പറഞ്ഞ ذهبت ഹിയ ഫീ റിയാദി ഹലോ മാഡം. ഹലോ ഹലോ. ചോദിച്ചോളി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് കേറുന്നത്. അപ്പൊ എനിക്ക് സംശയം വെച്ചാല് ഈ മുലാഫിൻ ഇലൈഹി ഖബൽ ബഅദ് അത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടാ? കുറെ പഠിക്കാനുണ്ട്. അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പൊ യൂട്യൂബിന്റെ ക്ലാസ്സിന് ലിങ്ക് നിങ്ങൾക്ക് കിട്ടിക്കണോ? ഏതിലാണ്? അവര് കൊറേ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷെ അതെന്തോ ഒരു നേരം പറഞ്ഞു കഴിയുമ്പോ ടൈം പോവല്ലേ? എന്താ ചോദിച്ചത്? മുലാഫിനിലയുടെ ഒരു ഇതൊന്ന് അടിസ്ഥാനം ഒന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിക്കോ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മുലാഫ് പറഞ്ഞാല് ഇന്ത്യയുടെ അർത്ഥം കിട്ടുന്നത്. അതായത് ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ, മുഹമ്മദിന്റെ പേന. ഇന്ത്യ അങ്ങനെ പറയുന്നതാണ് മുലാഫില. അപ്പൊ ഇതിലെ ഒന്നാമത്തെ നാമം നമ്മളിപ്പോ മുഹമ്മദിന്റെ പേരാ പറഞ്ഞാല് കലമു മുഹമ്മദി എന്നാ പറയും. അതില് കലം എന്നുള്ള ഒന്നാമത്തെ വേർഡിന് പറയുന്നതാണ് അറബിയില് മുലാഫ്. അതിനുശേഷം മനസ്സിലാവും. അതിനുശേഷം വരുന്ന നാമത്തിന് പറയുന്നതാണ് മുലാഫിലേഹി. മുലാഫിലേക്ക് എപ്പോഴും കസറായിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന വോയിസ് റെക്കോർഡ് ഉണ്ട്, അത് കേട്ടാൽ മതി. അതൊന്ന് എനിക്കൊന്ന് അയച്ചായോട്ടെ. ഇതിലുണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ. മോളെ ഇന്നലെ ചേർന്നിട്ടുള്ളൂ, ഞാൻ ഇന്നലെ ചേർന്നിട്ടുള്ളൂ. അത് ശരി. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് യൂട്യൂബ് ലിങ്ക് ഒക്കെ അയച്ചു ഫുള്ളോ? അയച്ചെന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരുപാട് നേരമുള്ളവരനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് അയച്ചു തന്നോ? ഇല്ല, വോയിസ് റെക്കോർഡ് ഒന്നുമില്ല. അതൊന്ന് കിട്ടിയാലും മതിയായിരുന്നു. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടോ കേട്ടോ, പേഴ്സണൽ ആയിട്ട് ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ് പറയുന്നത് കേൾക്കുന്നില്ല, എനിക്ക് മാത്രമാണോ അറിയില്ല. സൗണ്ട് കേൾവി കുറവുണ്ട് കേട്ടോ. നല്ല കുറവുണ്ട് സൗണ്ട്. ഒന്ന് ലീവായിട്ട് ജോയിൻ ചെയ്ത് നോക്കിയപ്പോ ഒന്ന് ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ലോ ആണ്. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ഷെയർ
മൂന്നാമത്തെ ക്വസ്റ്റ്യന് കുന്ന നിങ്ങളുടെ വീട് എവിടെയാണ്? എന്റെ ആൻസർ വരാം. അതിനെ ബൈത്തുക്കുന്ന നിങ്ങളുടെ വീട് എവിടെയാണ്? ആൻസർ പറയുമ്പോ എങ്ങനെ പറയും? ഇതിൽ തന്നെ പറയണ്ടേ? പിന്നെ പറയുന്നത് ബൈ- ശരിക്കുള്ള പറയും. ബൈത്തുന ബൈത്തൂന. അപ്പൊ എന്നിട്ടാണ് പറയുന്നത് ആൻസർ പറയുമ്പോ ബൈത്തൂന നിങ്ങളുടെ വീട്. ഉം. ബൈത്തുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. ഉം. മദീനത്തിൽ മുനവ്വറത്തി. മദീനയിലാണ് ഞങ്ങളുടെ വീട്. എന്നിട്ട് അങ്ങനെ പറയും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ അയിന അബൂകുന്ന നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? നിങ്ങളുടെ അഹൂന അഹൂന ഫിൽ മക്ക. ഫിൽ മക്ക. ദിയാലി. അഹൂന ഫിൽ സൗണ്ട് ഇല്ലല്ലേ? മിസ്സിന്റെ സൗണ്ട് എപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. പ്രശ്നമുണ്ടോ? ആ ഉണ്ട്. കേൾക്കണില്ല. ചില സമയത്തേ ഉള്ളൂ സ്പീക്കർ എന്തോ. സൗണ്ട് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് പോകുന്നുണ്ട്. ജോയിൻ ചെയ്യട്ടെ. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ ഫുള്ള് കഴിച്ചിട്ടാണ് നല്ല ഇട്ടിട്ടില്ലേ? പോയാ ഒന്നും കേക്കണ്ടല്ലേ? ഒന്നും കേക്കണില്ല. ടീച്ചർ ലീവ് ചെയ്തേക്കണം. ഒന്നും കൂടി വരും. ടീച്ചർ ഇപ്പൊ കേറും. ക്ലാസ് അടക്കണ്ടല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ മദ്രസത്തു കുന്ന മദ്രസത്തു കുന്ന മദ്രസത്തുനി എന്നല്ല പറയുന്നത്. മദ്രസത്തു കുന്ന എന്നാണ് ചോദ്യം. നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? ആൻസർ പറയുമ്പോൾ എന്താ പറ്റുക? മദ്രസത്തുന. മദ്രസത്തുന. അമാമൽ ഫസ്റ്റ്. മദ്റസത്തുന ഫിൽ മദ്രസത്തുന മദ്രസത്തുന അമാമൽ മസ്ജിദ് പറയും. പിന്നെ അമാമൽ മസ്ജിദി. മസ്ജിദി. സ്കൂള്. നിങ്ങളുടെ സ്കൂൾ. ഇന്നത്തെ ക്വസ്റ്റ്യന്
നിങ്ങൾ പോയോ ഇല്ലല്ലോ മദ്രസ സ്കൂളിലേക്കില്ല അല്ലയോ നിങ്ങൾ ഇന്ന് മദ്രസയിലേക്ക് പോയി. نعم نعم ذهبنا ذهبنا نعم نعم ذهب ذهبنا ذهبنا إلى المدرسة اليوم. ذهبنا ذهبنا നൽകുന്നു ذهبنا നീട്ടണം. المدرسة اليوم. ذهبنا إلى المدرسة രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ എക്സസൈസ് മിനൽ ചുമലിൽ താഴെയുള്ള സെന്റൻസുകളിൽ നിന്നുള്ള എല്ലാ മുബത്തതോ മുന്നസാക്കുക അതായത് സ്ത്രീലിംഗമാക്കുക. അതായത് ഇതുവരെയുള്ള മുബത്തത മുഴുവൻ എന്താക്കുക സ്ത്രീലിംഗമാക്കുക. ഇപ്പം നിങ്ങൾ എന്താണ് വിദ്യാർത്ഥികളാണ്. ഇവിടെ മുബത്തത ഇതാക്കുമ്പോ എന്താ അതിന്റെ ഖബറും എന്താവണം മുഅന്നസാകണം. എന്താ പറയാ അൻതുന്നുള്ളതിന്റെ മുഅന്നസാണ് എന്ത് أنتن തുല്ല നിങ്ങൾ തുല്ലാബിന്റെ മുഅന്നസ് എന്താണ് മുദരിസാത്തുൻ طالبات തോലിബാത്ത് നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. പിന്നെ അടുത്തത് വായിച്ചോളൂ. ക്വസ്റ്റ്യനെ വായിക്കാം. مدرسون. മുദരിസാത്തുൻ أأنتن مدرسات. മുദരിസാത്തുൻ നഹ്നു മുദരിസാത്തുൻ. No. أأنتن അൻതുന്ന സോറി അന്തുന്ന مدرسات. മുദരിസാത്തുനി ഒന്നും കേൾക്കുന്നില്ല. മിസ് കേൾക്കുന്നില്ല. കേൾക്കണമല്ലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ സൈലന്റ് ആയി പോകും. കാണുന്നൊക്കെ ഉണ്ട്, ഇതില്ല, വോയിസ് കംപ്ലീറ്റ് പോകും. speaker അൻതും അത്തിബാഉ അല്ലേ? അൻതുന്ന അത്തിബാഉ طبيبات അത്തിബാഉന്ന أنتن طبيبات പുല്ലിംഗോൺ. ഒരു മിനിറ്റ് ആരും വായിക്കല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളി. നിങ്ങൾ ഡോക്ടേഴ്സ് ആണ്. أنتن അന്തുന്ന طبيبات ത്വബീബാത്തുൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് أأنتم إخوان حدين. അന്തുന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കി. അൻതും ഇഖ്വതു ഹാമിദിൻ നിങ്ങൾ ഹമീദിന്റെ സഹോദരങ്ങളാണോ? എന്താ പറയാ? അൻതുന്ന أنتن أخوات അഖ്വാത്തു ഹാമിദിൻ. ഹാമിദിൻ നിങ്ങൾ ഹമീദിന്റെ സഹോദരിമാരാണ്. അൻതും مسلمات മുസ്ലിമൂന മുസ്ലിമൂന അൻതുന്ന മുസ്ലിമാത്തുൻ പിന്നെ മുസ്ലിം മുസ്ലിങ്ങൾ അൻതും മാമു ഇമാമു മഹ്മൂദിൻ ഇമാമു മഹ്മൂദിൻ അമ്മാത്തുൻ അമ്മാത്തും അന്തുന്ന അമ്മാത്തു ഉപ്പന്റെ സഹോദരൻക്ക് പറയണതാണ് ഉപ്പന്റെ സഹോദരന്മാർ. മഹ്മൂദിന്റെ ഉപ്പന്റെ സഹോദരന്മാരാണ്. അന്തും അമ്മാത്തു മഹ്മൂദിൻ.
അന്തുന്ന അന്തുന്ന അൻതുന്ന മഹ്മൂദി അമ്മാത്തു മഹ്മൂദിൻ അമ്മാത്തു അൻതു മഹ്മൂദി അമ്മാമു മഹ്മൂദി. ദിൻ ദിൻ ദിൻ. മഹ്മൂദിന്റെ അമ്മാവന്മാരാണോ? അതാണോ? മാമന്മാര് പറയുന്നത് മഹ്മൂദിന്റെ ഉപ്പന്റെ സഹോദരന്മാരാണ്. അജിത് പോയോ? ഒരാമത്തെ ക്വസ്റ്റ്യന് അതിന്റെ മുടി ഒരാമത്തെ ക്വസ്റ്റ്യന് അൻതും അബ്നാഉൽ മുദീരി. നിങ്ങൾ മുദീറിന്റെ മക്കളാണോ? അതെ അബ്നാഉ ബനാത്തുൽ അന്തുന്ന ബനാത്തുൽ അൻതുന്ന ബനാത്തുൽ മുദീരി. മുദീരി അൻതുന്ന നിസാ അൻതും ആബാഉത് തുല്ലാബി. താലിബ് താലിബ് തുല്ലാബി. തുല്ലാബി. അൻതുന്ന നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഉപ്പമാരാണ്. ഉമ്മാക്കണല്ലേ അന്തുന്ന ഉമ്മു ഉമ്മലല്ല ഉമ്മഹാത്തു തുല്ലാബി. തുല്ലാബി എന്നെ മതിയല്ലോ അല്ലെ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും വായിക്കണം കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. കൂടി വായിക്കുമ്പോൾ മനസ്സിലാവില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ലൊമീറ സർവനാമം മാറ്റുക. ഈ പുല്ലിൻ പിന്നിൽ ചുമലിലാക്കി ഉള്ള സെന്റൻസുകളിൽ നിന്നുള്ള മിസ്സാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് പോലെ. എന്താ ഉദാഹരണത്തിൽ എന്താ ഞാൻ ബൈത്തുക്കും. അപ്പൊ ഇതിലുള്ള ബൈത്തുക്കും എന്നുള്ള ലൊമീറാണ്. കും എന്നുള്ള ലൊമീറാണ് മാറ്റുന്നത്. അതെന്താ കും എന്നുള്ള ലൊമീർ എന്തിലേക്കാ മാറ്റുന്നത്? അപ്പൊ അയിന ബൈത്തുക്കും യഹ്വാനും സഹോദരന്മാർ നിങ്ങളുടെ എന്നുള്ളത് സ്ത്രീകളാക്കുമ്പോ ബൈത്തുക്കുന്ന സ്ത്രീ ഞാൻ പറയുമ്പോ അവിടെ പറയില്ലേ. അപ്പൊ ബൈത്തുക്കുന്നുള്ളത് സ്ത്രീലിംഗമാക്കുമ്പോ ബൈത്തുക്കു. അപ്പൊ സ്ത്രീലിംഗമാക്കുമ്പോ പൊതുവെ അത് അവരോട് പറയുമ്പോ സ്ത്രീലിംഗത്തിനാക്കുമ്പോ നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ നിങ്ങൾ പറയുന്നത് സ്ത്രീകളോടാ ചോദിക്കുന്നത്. അപ്പൊ യാ ഇഹ്വാൻ എന്നുള്ളത് എന്താവും? യാ അഹ്വാത്തു സഹോദരിമാര്. ഇവിടെ ബൈത്തുക്കുനാക്കുമ്പോ ഇവിടെ പറയുന്ന ആള് നമ്മൾ സംസാരിക്കുന്ന ആള് മാറും, പെണ്ണുങ്ങളായി മാറാം. അപ്പൊ യാ അഹ്വാത്തു സഹോദരിമാര്. ഇനി അടുത്ത് ഓരോരുത്തരും വായിക്കണേ. ഒന്നാമത് വായിച്ചോളൂ. അയിന അഹൂക്കും യാ ഇഖ്വാനി. യാ ഇഖ്വാനു. പോയി. അയിന അഹൂക്കും യാ ഇഖ്വാനു. അപ്പൊ അയിന അഖ്വാത്തുകുന്ന അങ്ങനെ വരില്ലേ? അങ്ങനെ വരിക. നിർബന്ധമില്ലാത്തോടല്ലേ. ഇവിടെ മതി അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ലൊമീർ മാറ്റാനാ പറഞ്ഞത്. ഇപ്പൊ ലൊമീർ ഏതാണ് ഇതിലുള്ളത്? കുന്നുള്ളതാണ് ലൊമീർ. അപ്പൊ കുന്നുള്ളത് നമ്മൾ എന്താക്കണം? അഹൂക്കുന്ന സ്ത്രീകളാ. അഹൂക്കുന്ന അപ്പൊ സ്ത്രീകളോട് നമ്മള് അയിന അഹൂക്കുന്ന. ഞാൻ പറയുമ്പോ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടോ. കേൾക്കുന്നില്ലേ? മിസ് നിങ്ങൾ പറയണ കേക്കണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ നിങ്ങൾ മുണ്ടാതെ നിൽക്കുക ആദ്യം. ആരും മുണ്ടല്ലേ? വെച്ചാലേ ഇത് ഒന്നാമത് വിട്ടു പോവാണ്. അതാണ് മിസ് ഇടയില് സൗണ്ട് പോവാണ്. ഇടയില് സൗണ്ട് പോവാണ്. നിങ്ങൾ പറയണത് കേൾക്കണ്ടൂടെ? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഞാൻ പറയുമ്പോ കൂടെ പറയില്ല, അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ലൊമീറ സർവനാമം മാറ്റുക. ഈ പുല്ലിന് മിനൽ ചുമലിലാക്കിയ താഴെയുള്ള സെന്റൻസുകളിൽ നിന്നുള്ള ഉദാഹരണത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇവിടെ ഏതൊരു സർവനാമം ഉള്ളത്? ബൈത്തുക്കും എന്നുള്ള ക്കും എന്നുള്ള സർവനാമമാണ്. ഈ സർവനാമം മാറ്റേണ്ടത്
ഇതിലേക്ക് അത് സ്ത്രീലിംഗ ആക്കേണ്ടത്. അപ്പൊ ഇവിടെ ബൈത്തുക്കും എന്നുള്ളത് എന്താണ് സ്ത്രീലിംഗ ആക്കും ബൈത്തുകുന്ന. അപ്പൊ ബൈത്തുകുന്ന എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് ആരോടെ പറയുന്നത് മുമ്പിൽ നിൽക്കുന്ന ആരോടെ പറയുന്നത് ബൈത്തുകുന്ന ഇവിടെ വീട്. ഇപ്പൊ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോ മുന്നിലുള്ളത് എന്തായി ഇവിടെ പുരുഷന്മാരുള്ളത് എന്തായി സ്ത്രീകളായി. പിന്നെ ബൈത്തുകുന്ന എന്ന് ചോദിക്കുമ്പോ എന്തായി പുരുഷന്മാരുള്ളത് എന്തായി സ്ത്രീകളായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ബൈത്തുകുന്ന എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇഹ്വാൻ എന്നുള്ളത് എന്താവും നമ്മള് സ്ത്രീകളോടാ ചോദിക്കുന്നത്. അപ്പൊ എന്താവും അതുപോലെ തന്നെ ഇവിടെ പിന്നെ അഹൂക്കും യാ ഇഹ്വാനോ സഹോദരന്മാരെ നിങ്ങളുടെ സഹോദരൻ എവിടെ? അഹു ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ പറയരുത് എന്ന്. അപ്പൊ അഹൂക്കും എന്നുള്ളതില് ഇവിടുത്തെ സർവനാമം ഏതാണ്? കും എന്നുള്ളതാണ് ഇവിടുത്തെ സർവനാമം. അപ്പൊ ഈ സർവനാമം മാത്രം മാറ്റിയാൽ മതി. ഇവിടുത്തെ ലൊമീർ മാത്രം മാറ്റിയാൽ മതി. അപ്പൊ അഹൂക്കുന്ന എവിടെയാണ് നിങ്ങളുടെ സഹോദരൻ? യാ അപ്പൊ ഇവിടെ എന്താ നമ്മള് സ്ത്രീകളോട് ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താ യാ ഇഹ്വാനു എന്നുള്ളത് എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ വായിച്ചോളി. അയിന മദ്രസത്തുക്കും വീണോ അച്ചക്കനട വീണോ? അതിന് മദ്രസത്തുക്കുന്ന മദ്രസത്തുക്കും അഹ്വാത്തു യാ അഹ്വാത്തു ിബാർക്കും യാനോ സഹോദരൻ നിങ്ങളുടെ എക്സാം എപ്പോഴാണ്? അപ്പൊ അത് എങ്ങനെയാണ് വരാ? യാ ഇഖ്തിബാറുക്കുന്ന മത്താബാറക്കുന്ന യാ അഹ്വാത്തു അമ്മുക്കും യാ ഇഖ്വാനു. അമ്മുക്കുന്ന യാ അമ്മുക്കുന്ന യാ അഖ്വാത്തു. അഹാസിഹി അമ്മുക്കുന്ന യാ അഖ്വാത്തു. ഇവിടെ അമ്മ എന്നല്ല ചോദിച്ചത്. അമ്മത്താണെങ്കിൽ അയ്യോ സോറി ഓക്കെ അമ്മുക്കുന്ന അമ്മുക്കുന്ന യാ അഹ്വാത്തു അഹ്വാത്തു. അബൈത്തുക്കും ഖരീബുൻ യാ ഇഖ്വാനു. അബൈത്തുക്കും ഖരീബു യാ അഖവാത്തു. ഖരീബുൻ യാ അഖ്വാത്തു. ഫീ അയ്യി ഷഹീരിൻ ഇഖ്തിബാറുക്കും യാ ഇഖ്വാനു. എക്സാം ഏത് മാസത്തിലാണ്? ഫീ അയ്യി ഷഹീരിൻ ഇഖ്തിബാറുക്കുന്ന യാ അഖവാത്തു. അതായത് താഴെ ഉള്ളതില് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാ ലൊമീറൻ മുനാസിബനിൽ മുസ്തബി അനുയോജ്യമായ ലൊമീർ എന്ത് ചെയ്യാ സർവനാമം വെച്ച് കൊടുക്കുക. ഇത് സർവനാമാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. നിങ്ങൾ കുറെ നീ ഒരു പെണ്ണ് നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. ഈ മുഖത്തബ് പറഞ്ഞ അഭിസംബോധനം ചെയ്യുന്ന ആള് സെക്കൻഡ് പേഴ്സൺ പറഞ്ഞ മുമ്പിൽ ഹാജരായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് മുന്നിലുള്ള നമ്മളെ മുന്നിലുള്ള ആളല്ലാത്ത മുന്നിലുള്ള അഭിസംബോധനം ചെയ്യുന്ന സെക്കൻഡ് പേഴ്സൺ. പിന്നെ ലൊമിയർ ഉപയോഗിക്കുക അനുയോജ്യമായ ലൊമിയർ എന്ത് ചെയ്യുക ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും. നിങ്ങൾ കുറെ നീ ഒരു പെണ്ണ് പിന്നെ നിങ്ങൾ കുറെ പെണ്ണ് മുസ്ലിമും അന്ത മുസ്ലിമുൻ അന്തി മരീലത്തുൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ആൻസർ അവിടേക്ക് പോകാനും പറഞ്ഞു ബാക്കിലേക്ക്. ഇല്ല ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, അറിയാത്തവരുണ്ടാവും. അപ്പൊ അവിടെ എടുത്താന്ന് വരാൻ കാരണം എന്താണ്?
നമ്മൾ എന്തുകൊണ്ട് അൻതാന്ന് ഉപയോഗിച്ചത്? നീ ഒരാണെന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? മുസ്ലിം എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗമാണ്. ഒരു പുല്ലിംഗത്തിന്റെ കൂടെ എന്താ ഉപയോഗിക്കല്? അൻത എന്നാണ്. നീ ഒരു മുസ്ലിം ആണെന്ന് ഒരു ആണിനോട് ചോദിക്കുമ്പോൾ എന്താണ്? അൻത എന്നാണ് ഉപയോഗിക്കേണ്ടത്. അൻതി എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ മുസ്ലിമത്തുൻ ആണെങ്കിൽ നമുക്ക് അൻതി എന്ന് ഉപയോഗിക്കാം. അൻതി മുസ്ലിമത്തുൻ. ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ മുസ്ലിമത്തുൻ ആണെങ്കിൽ എന്താണ് ചോദിക്കുക? അൻതി മുസ്ലിമത്തുൻ എന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ മുസ്ലിം എന്നാണ് ഒരു പുല്ലിംഗാണ്. അതുകൊണ്ടാണ് അൻതാന്ന് ഉപയോഗിക്കുക. അൻത മുസ്ലിമുൻ. ഇനി രണ്ടാമത്തെ വായിച്ചോളി. ഇന്തി മരീദ. മറിയതോ അന്തി ഈ മരീലത്തു പറഞ്ഞത് ഇന്തി നാട്ടോ. ഇന്തി മരീലത്തുൻ. ഇനി ഒരു രോഗിയാണ്. അപ്പൊ അൻതിനെ ഉപയോഗിച്ചത് എന്താ? ഇവിടെ മരീലത്ത് എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് മരീലത്തുൻ എന്ന് വെച്ചത്. ഇവിടെ മരീലത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ്, ഏകവചനമാണ്. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം എന്നുള്ളത് എന്താണ്? ഏകവചനമാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് അൻതാന്ന് ഉപയോഗിച്ചത്. ഇവിടെ മരീലത്ത് എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്, ഏകവചനമാണ്. അതുകൊണ്ടാണ് എന്ന് ഉപയോഗിച്ചത്. ഇനി പുല്ലിംഗാണെങ്കിലോ വെച്ചോളി. അഹാദ തബീബ. ത്വബീബത്തു സെക്കൻഡ് പേഴ്സണിന്റെ ലൊമിയർ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അന്തുന്ന തുന്ന തൊബീബ്. ത്വബീബത്തുൻ ഇവിടെ എന്താണ്? ബഹുവചനാണ്. ഇതെന്താണ്? മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, ബഹുവചനമാണ്. ത്വബീബത്തു തുന്ന തുൻ തുന്ന ത്വബീബത്തുൻ തൊബീബ്. തൊബീബാത്ത് അല്ല, തൊബീബാത്ത്. ത്വബീബത്തുൻ എന്താണ് സംഭവം? കേൾക്കുന്നില്ല. തുന്ന തൊബീബാത്ത്. നിങ്ങൾ ഡോക്ടേഴ്സ്. സ്ത്രീലിംഗമാണ്, അതുപോലെ തന്നെ എന്താണ്? സ്ത്രീലിംഗമാണ്, ബഹുവചനാണ്. അപ്പൊ സ്ത്രീലിംഗ ബഹുവചനത്തിന് എന്താ ഉപയോഗിക്കുക? അൻതുന്ന. അന്തുന്ന തുന്ന തൊബീബാത്ത്. ഇനി അടുത്ത അന്ത അന്ത താജിറു അല്ല ടീച്ചർ താജല്ലല്ലോ തുജാർ തുച്ഛാറ് എന്താണ്? ബഹുവചനം. ഇന്തും അന്തും തുജാർ. ജാറു അന്ത ജാറുൻ ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കില്ല. അൻതും ഇന്തും തുജാർ. അന്തും തുജാർ അൻതും തുച്ഛാർ. തുച്ഛാർ എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗമാണ്. അതിവിടെ ഇപ്പൊ എന്താണ്? തുച്ഛാർ എന്നുള്ളത് ബഹുവചനാണ്. അപ്പൊ പുല്ലിംഗ ബഹുവചനത്തിന് എന്താ ഉപയോഗിക്കല്? അഭിസംബോധന ചെയ്യുന്ന ആളോട് അൻതും എന്നാണ് ഉപയോഗിക്കല്. അൻതും തുജാറ്. നിങ്ങൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പുല്ലിംഗാണോ എന്താണ് സ്ത്രീലിംഗാണോ അത് ബഹുവചനാണോ എല്ലാം നോക്കാം. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ചിട്ട് ആൻസർ പറയും. അൻതും തുജാറ്. ഇനി 5. അന്തി ബിന്തുൽ മുദരിസ് അന്തി ബിന്ദുൽ മുദരിസ് ഇവിടെ ബിന്താണ്. അതായത് ആ, അധ്യാപകന്റെ മകളാണ്. അപ്പൊ മകളോടാണ് ചോദിക്കുന്നത്. ഈ ബിന്തുൽ മുദരിസി അധ്യാപകന്റെ മകൾ. തുന്ന അഖവാത്തു അബ്ബാസിൻ അബ്ബാസിന്റെ സഹോദരിമാർ. തുന്ന അബ്ബാസിന്റെ സഹോദരിമാർ. അന്തും അൻതുന്ന അന്തും അഖ്വാത്തുൽ തുല്ലാബ് അബ്ബാസ്. അന്തും തുല്ലാബ് പിന്നെ മുത്തും വരാൻ എന്താണ്? തുല്ലാബ് എന്നുള്ളത് എന്താണ്? പുല്ലിംഗ ബഹുവചനാണ്. അപ്പൊ പുല്ലിംഗ ബഹുവചനത്തിൽ എന്താണ്? അൻതും എന്നാണ് ഉപയോഗിക്കുന്നത്. അൻതും തുല്ലാബ്. നിങ്ങൾ വിദ്യാർത്ഥികൾ. ഇനി 5-ാമത്തെ ഒന്നും കേൾക്കണില്ലല്ലോ. കിട്ടുമ്പോ കേട്ടോളിട്ടോ. എന്താ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ കുറെ നോക്കി. എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്, കേൾക്കുന്നില്ല. നിങ്ങൾ ഏതായാലും ഇനി റെക്കോർഡ് ഒന്ന് നോക്കിക്കോളി, കേൾക്കാത്തവര്. ഇതെന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവും. ഇവിടെ എന്തോ ഉപയോഗിച്ചത്? കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഞാനിത് കട്ട് ചെയ്ത് അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ്? ലോ ഫിൽ അമാക്കിനിൽ ജുമലിൽ.
കൊടുത്തു സെന്റൻസുകൾ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെക്കുകയുണ്ട്. ലൊമീർ മുത്തസിലിൽ മുഹമ്മദ് ഇത് സെക്കൻഡ് പേഴ്സണിന്റെ സംബോധനം ചെയ്യുന്ന ചേർന്ന് വരുന്ന ലൊമീറുകൾ സർവനാമങ്ങൾ ചേർന്ന് വരുന്ന പറഞ്ഞാൽ പൊസസീവ് പ്രൊനൗൺ പൊസസീവ് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന ലൊമീറുകൾ എന്ത് ചെയ്യണം ചേർത്ത് വെക്കുക. അയിന ബൈ അങ്ങനെ ബൈത്തുക്കും യാ ഇഖ്വാൻ ഇഖ്വാൻ. ബൈത്തുക്കും നേരെ ബൈത്തുക്കും അതിന്റെ ബൈത്തുക്കും ബൈത്തുക്കും യാ ഇഖ്വാൻ. യാ ഇഖ്വാനു ഹാദാ കിതാബുക هذا كتابك يا حميد ساعدك جميلة يا ليلى സാതുക്കി ജമീലത്തൻ യാ يا ലൈല ليلى മൻ من أبوكم يا أخوكم أبوكم نلعب അബൂകുന്ന أبوكنا സാത്തുക്കി വരെ ഒരു ഗേൾ ഇത് ഫെമിനിൻ ആയതുകൊണ്ട് സാത്തുക്കി നിന്റെ ജമീലത്തിന് മൻ അബൂകുന്ന يا أخوات മസ്മുക്കി يا سيدتي ما اسمك يا سيدي മുക്കി സയ്യിദത്തി അല്ലേ? രണ്ടാമത്തേത് ആറാമത്തെ സൈഡ് മുക്കയാ സയ്യിദി. രണ്ടോ അല്ലെ മുഖ്യോ തീരെ ക്ലിയർ ആവുന്നില്ലല്ലോ. ഒരു മിനിറ്റ് കേൾക്കാനില്ല. ما اسمك يا سيدي أمك أمك في البيت ഞാൻ പറഞ്ഞപ്പോ എന്തിനില്ലതാ എന്താണ് കിട്ടിയത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ദിവസം മുതൽ വിട്ടുവിട്ടനെ മുമ്പത്തിൽ വീണ്ടും പോയി. കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നുണ്ട്, പിന്നെ കേൾക്കണില്ല ഒന്നും.
കേൾക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നത് കേൾക്കുന്നു. അതെ അത് മാത്രം കേട്ടു. മനസ്സിലാവുന്നില്ല. ട്രാൻസ്ലേറ്റർ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് തോന്നുന്നു നാളെ നല്ലതാണ്.